നവോത്ഥാനത്തിൻ്റെ വീരഗാഥകൾ പാടിപ്പതിഞ്ഞ കേരളത്തിൻ്റെ മണ്ണിൽ സഹജീവി സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവുകളുണ്ടെന്ന് നാം അഹങ്കരിച്ച ഇടങ്ങളിൽ വീണ്ടും ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ ചോര മണക്കുന്നു. വാളയാർ അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായണൻ ഭയ്യാർ എന്ന 31കാരൻ തല്ലി ചതയ്ക്കപ്പെട്ട് മരിച്ചത് കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സാമൂഹിക ബോധത്തിന് സംഭവിച്ച മാരകമായ ജീർണതയുടെയും മനുഷ്യത്വം പറ്റിയ ആൾക്കൂട്ട മനഃശാസ്ത്രത്തിൻ്റെയും ഭീകരമായ അടയാളപ്പെടുത്തലാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നാം കേട്ടുശീലിച്ച മോബ് ലിഞ്ചിങ് എന്ന ക്രൂരത മലയാളി തൻ്റെ സ്വീകരണ മുറികളിലിരുന്ന് അപലപിച്ച അതേ അപരവിദ്വേഷം ഇന്ന് നമ്മുടെ തൊട്ടടുത്ത പറമ്പിലും ആവർത്തിക്കപ്പെടുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തുകയല്ലാതെ മറ്റെന്താണ് പോംവഴി? വിശന്നു വലഞ്ഞതിന് അട്ടപ്പാടിയിലെ മധുവിനെ കെട്ടിയിട്ടു തല്ലിക്കൊന്ന നാട് വർഷങ്ങൾക്കിപ്പുറവും അതേ കാടത്തം ആവർത്തിക്കുന്നത് കാണുമ്പോൾ നാം എവിടെയാണ് പരിഷ്കൃതരായത്? പ്രബുദ്ധ ജനത എന്ന് മേനി പറയാൻ ഇനിയും നമുക്ക് സാധിക്കുമോ? സ്വാഗതം അടിവരയിലേക്ക്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെയാണ് കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ ജോലിക്കെത്തിയ രാം നാരായണൻ ക്രൂരമായ ആൾക്കൂട്ടമർദ്ദനമേറ്റ് മരിച്ചത്. വഴിതെറ്റി അട്ടപ്പള്ളം ഭാഗത്തെത്തിയതായിരുന്നു രാം നാരായണൻ. അപരിചിതനായ വ്യക്തിയെ കണ്ടപ്പോൾ നാട്ടുകാർ മോഷ്ടാവാണെന്ന സംശയത്തിൽ ചോദ്യം ചെയ്യൽ തുടങ്ങി. ഇരയുടെ കൈവശം മോഷണ വസ്തുക്കളൊന്നുമില്ലാതിരുന്നിട്ടും ചോദ്യം ചെയ്യലും ആൾക്കൂട്ട വിചാരണയും തുടർന്നു. അതിനിടെ മർദ്ദകരിൽ ഒരാളുടെ ചോദ്യം, താൻ ബംഗ്ലാദേശിയാണോ എന്ന്. നിസ്സഹായനായി നിൽക്കുന്ന ആ മനുഷ്യൻ അതേ എന്ന് മറുപടി പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ നടന്നത് ഉത്തരേന്ത്യയെ വെല്ലുന്ന അതിക്രൂരമായ ആക്രമണമാണ്. തലങ്ങും വിലങ്ങുമുള്ള അടിയും കുത്തും തൊഴിയും ഏറ്റുവാങ്ങാൻ ശേഷിയില്ലാതെ ആ പാവം മനുഷ്യൻ തളർന്ന് നിലത്തു വീണു. എന്നിട്ടും കാട്ടാള സ്വഭാവമുള്ള ആ മനുഷ്യർ ക്രൂരത നിർത്തിയില്ല. മൃതപ്രാണനായി നിലത്ത് കിടന്ന രാമനാരായണനെ വീണ്ടും 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 അവർ മർദ്ദിച്ചു. ചിലർ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ആനന്ദം കൊണ്ടു. 15ഓളം പേർ വരുന്ന സംഘമാണ് ഒരു ചെറിയ ചെറുത്തുനിൽപ്പ് പോലും സാധ്യമല്ലാത്ത മെലിഞ്ഞുണങ്ങിയ മനുഷ്യനെ മർദ്ദിച്ച് ഇല്ലാതാക്കിയത്. കടുത്ത മർദ്ദനത്തിന് ശേഷം 1.5 മണിക്കൂറോളം രാം നാരായണൻ രക്തം വാർന്ന് റോഡിൽ കിടന്നു. ഒടുവിൽ പോലീസ് എത്തിയാണ് ആശുപത്രിയിലെത്തിച്ചത്. എങ്കിലും മർദ്ദനത്തിന്റെ കാഠിന്യം താങ്ങാനാവാതെ 8ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികളുടെ ആ പിതാവ് മരണത്തിന് കീഴടങ്ങി. ഒരു വ്യക്തിയെ വളഞ്ഞിട്ടാക്രമിക്കുമ്പോൾ അവിടെ വ്യക്തിപരമായ ധാർമ്മികതയോ വിവേചന ബുദ്ധിയോ പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ തെളിവാണ് ഇത്തരം ആൾക്കൂട്ടാക്രമണങ്ങൾ. രാം നാരായണിന്റെ ശരീരത്തിൽ മർദ്ദനമേൽക്കാത്ത 1 ഇഞ്ച് പോലും ബാക്കിയില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കാലിൻ്റെ ചെറുവിരൽ മുതൽ തലയോട്ടി വരെ തകർത്തുകളഞ്ഞ ആ കൊലവെറിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു വികലമായ ആൾക്കൂട്ട മനഃശാസ്ത്രമാണ്. കള്ളൻ എന്നൊരു വിളി ഉയരുമ്പോൾ തന്നെ അവിടെ നിയമവും നീതിയും വിചാരണയും ആ ആൾക്കൂട്ടം ഏറ്റെടുക്കുന്നു. സ്വന്തം ഫോണിൽ ഈ ക്രൂരത ചിത്രീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും തോന്നുന്നിടത്ത് മനുഷ്യനെന്ന നിലയിലുള്ള എല്ലാ മൂല്യബോധവും തകർന്നടിയുന്നു. മരിച്ച ശേഷവും ആ ശരീരത്തിൽ മർദ്ദനമേറ്റു എന്നത് ആൾക്കൂട്ടം എത്രത്തോളം ഹിംസാത്മകമായ ആനന്ദത്തിലാണ് ആറാടിയത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. 2018 ഫെബ്രുവരിയിൽ ഇതുപോലൊരു ആൾക്കൂട്ടാക്രമണത്തിന് ഇതേ പാലക്കാട് സാക്ഷ്യം വഹിച്ചിരുന്നു. അട്ടപ്പാടി മുക്കാരിക്കടുത്ത് കടുകുമണ്ണ ആദിവാസി ഊരിലെ മധു എന്ന യുവാവായിരുന്നു അന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇര. വിശന്നു വലഞ്ഞപ്പോൾ ഒരിത്തിരി ഭക്ഷണമെടുത്ത് കഴിച്ച മധുവിനെ കൊടും മോഷ്ടാവായി ചിത്രീകരിച്ചായിരുന്നു ആക്രമണം. കൈകൾ ബന്ധിച്ച് തലങ്ങും വിലങ്ങും അടിച്ച് അവശനാക്കി പോലീസിന് കൈമാറി. പോലീസ് വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മധു മരണപ്പെട്ടു. അന്നും ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അക്രമികൾ തന്നെ മൊബൈലിൽ പകർത്തി പ്രചരിപ്പിച്ചിരുന്നു. മധുവിനെ മർദ്ദിക്കുകയും കൈവശമുണ്ടായിരുന്ന സഞ്ചി പരിശോധിക്കുകയും ചെയ്തതിൻ്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു. അന്ന് ആ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ 14 പ്രതികളിൽ 13 പേർക്കും 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. 16ആം പ്രതിക്ക് 3 മാസം തടവോ 500 രൂപ പിഴയോ ആയിരുന്നു ശിക്ഷ. ഇതിനുശേഷം 2023 മെയ് മാസത്തിൽ കിഴിശ്ശേരി 1-ാം മൈലിൽ വെച്ച്
രാജേഷ് മാഞ്ചി എന്ന ബീഹാർ സ്വദേശിയെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്ന സംഭവത്തിനും നാം സാക്ഷികളായി. കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഭാര്യയെയും പൊന്നോമനെയും കാണാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെത്തിയപ്പോൾ മോഷ്ടാവെന്നാരോപിച്ച് പ്രബുദ്ധരായ മലയാളികൾ സംഘം ചേർന്ന് ആക്രമിച്ചതിൽ മനം നൊന്ത് ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ച ആദിവാസി യുവാവ് വിശ്വനാഥന്റെ ഓർമ്മകളും നമ്മളെ വേട്ടയാടുന്നുണ്ട്. വാളയാറിലെ സംഭവത്തിന് പക്ഷേ മധുവിൻ്റെയും മാഞ്ചിയുടെയും വധത്തെക്കാളും ഭീകരമായ മറ്റൊരു മുഖം കൂടിയുണ്ട്. അത് വ്യക്തമായ വർഗീയ അജണ്ടയാണ്. രാംനാരായണൻ ഒരു ബംഗ്ലാദേശിയാണെന്ന വ്യാജ പ്രചാരണം അക്രമികൾക്ക് മർദ്ദനത്തിന്റെ വീര്യം കൂട്ടാൻ ഇന്ധനമായി. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ പരീക്ഷിച്ചു വിജയിപ്പിച്ച അതേ തന്ത്രം കേരളത്തിന്റെ മണ്ണിലും പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു. വസ്ത്രധാരണത്തിലോ ഭാഷയിലോ ഉള്ള വ്യത്യാസം കൊണ്ട് ഒരാളെ അന്യനായി മുദ്രകുത്തുകയും അയാൾ ബംഗ്ലാദേശിയാണെന്നാരോപിച്ച് നിയമം കയ്യിലെടുക്കുകയും ചെയ്യുന്നത് വരാനിരിക്കുന്ന വലിയൊരു അപകടത്തിന്റെ സൂചനയാണ്. ദളിതരോടും അതിഥി തൊഴിലാളികളോടും കേരളീയ പൊതുസമൂഹത്തിന് പണ്ടേയുള്ള പുച്ഛവും വിവേചനവും ഇപ്പോൾ കടുത്ത വർഗീയ വിദ്വേഷമായി കൂടി പരിണമിച്ചിരിക്കുന്നു. ഈ മറുനാടൻ പേടി ഭരണഘടനാ വിരുദ്ധവും മാനവികതയ്ക്ക് തന്നെ അപവാദവുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയതുപോലെ രാംനാരായണിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നത് കേവലം വാഗ്ദാനമായി അവശേഷിക്കരുത്. തങ്ങളുടെ ഏക വരുമാനമായ ഗൃഹനാഥനെ നഷ്ടപ്പെട്ട ലളിത ബഘേലിന്റെയും അച്ഛന്റെ മരണം പോലും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെയും കണ്ണീരിന് മറുപടി നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഛത്തീസ്ഗഡിലെ കുഗ്രാമത്തിൽ നിന്ന് വന്ന ആ നിർധന കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം അടിയന്തരമായി എത്തിച്ചു നൽകണം. സുപ്രീം കോടതിയുടെ തെഹ്സീൻ പൂനെവാല കേസിലെ വിധിപ്രകാരം ആൾക്കൂട്ടാക്രമണങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണം. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തി പ്രതികളെ വിചാരണ ചെയ്യണം. ആസൂത്രിതമായ ഒരു വർഗീയ ആക്രമണം എന്ന നിലയിൽ കേസ് പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇതിനു പിന്നിലെ ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരണം. ഒരു വശത്ത് ലോകത്തിന് മാതൃകയായ ആരോഗ്യ വിദ്യാഭ്യാസ നേട്ടങ്ങളെക്കുറിച്ച് നാം വാചാലരാകുന്നു. മറുഭാഗത്ത് വഴിതട്ടി വന്ന ഒരു മനുഷ്യനെ ബംഗ്ലാദേശി എന്നാരോപിച്ച് നട്ടെല്ല് തകർത്ത് കൊല്ലുന്നു. ഇത് കേരളത്തിന്റെ സാമൂഹിക യശസ്സിനുണ്ടാക്കിയ മുറിവ് ഉണങ്ങാൻ കാലമേറെയെടുക്കും. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്ന ബോധ്യം ജനങ്ങളിൽ ഉറപ്പിക്കാൻ സർക്കാരിനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാധിക്കണം. പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചാരണങ്ങളും തടയാൻ കർശനമായ ഡിജിറ്റൽ സർവൈലൻസ് ആവശ്യവുമാണ്. രാംനാരായണിന്റെ മരണം നമുക്ക് നൽകുന്ന താക്കീത് ഗൗരവതരമാണ്. സഹജീവി സ്നേഹത്തിന് പകരം സംശയവും മൂല്യബോധത്തിന് പകരം വിദ്വേഷവും മനുഷ്യനെ നയിക്കാൻ തുടങ്ങിയാൽ നാം കെട്ടിപ്പടുത്ത ഈ കൊച്ചു കേരളം ഒരു വലിയ മരുഭൂമിയായി മാറും. ആൾക്കൂട്ടം തല്ലിക്കൊന്നത് രാംനാരായണിനെ മാത്രമല്ല, പ്രബുദ്ധ കേരളത്തിൻ്റെ ആത്മാവിനെ കൂടിയാണ്. ഈ കാടത്തത്തെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഇരകളായി മാറിയേക്കാം. അട്ടപ്പള്ളം ഒരു അവസാനമായിരിക്കട്ടെ. അവരനെ സ്നേഹിക്കാനായില്ലെങ്കിലും ഭയപ്പെടാതിരിക്കാനെങ്കിലും നമുക്ക് പഠിക്കാം. അടിവര ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം. നന്ദി. Way2Nikah.com, the exclusive Muslim matrimonial site.